ഇന്നത്തെ ഉച്ചയൂണിന് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ. കാരണം അവിടെ അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടിയപ്പോൾ മേടിച്ചത് കേട്ടോ. ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ ചീരത്തോരനുള്ള ചീര, നല്ല ചീര ഇവിടെ കിട്ടി കേട്ടോ. ചില സമയത്ത് നല്ല ചീര കിട്ടാറില്ല. ഇത് നല്ല ചീര ആയിരുന്നു കേട്ടോ കിട്ടിയത്. അങ്ങനെ ചീരത്തോരനുള്ള ചീരയെ അരിഞ്ഞു വെച്ചു. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഇതാണ് കേട്ടോ, മീൻ മുട്ട. നമ്മൾ കടയിൽ പോയപ്പോൾ ഇത് കണ്ട് മേടിച്ചു കേട്ടോ. പക്ഷേ ഇത് വൃത്തിയാക്കാൻ നല്ല പെടാപ്പാട് പെട്ടു ഞാൻ. പിന്നെ ഞണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞണ്ടും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് വൃത്തിയാക്കി അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണമല്ലോ, അതിൻ്റെ അകത്ത് അരപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ചോറും വെന്തായിരുന്നു. അങ്ങനെ അതും റൈസ് കുക്കറിലോട്ട് വെച്ചതിന് ശേഷം മീൻ മുട്ടയുള്ള പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ഞാൻ അത് അധികം മസാലയൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ചതച്ച മുളകും മാത്രം ചേർത്ത് ഉള്ളൊരു മീൻ മുട്ടയാട്ടോ ചെയ്തത്. അത് അടച്ചു വെച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ മീൻ മുട്ടയൊക്കെ വെന്തിരിക്കും. പിന്നെ അവസാനം ഇച്ചിരി തേങ്ങയും കൂടെ ഞാൻ വിതറിയിടുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ആക്കുക. പിന്നെ ഒരു പാത്രത്തിൽ മീൻ മുട്ട, ഒരു പാത്രത്തിൽ ചീരത്തോരൻ, ഒരു പാത്രത്തിൽ പിന്നെ ഞണ്ട് കറി, അങ്ങനെ 3 സ്റ്റൗവിലും 3 ഐറ്റം ആയിട്ട് അങ്ങ് വെന്തു. പിന്നെ നമ്മളെല്ലാവരും ചോറൊക്കെ കഴിച്ചു. ഇന്ന് ബീഫ് നമ്മുടെ ഇവിടെ ആയിരുന്നില്ല, ജിബി ചേച്ചി കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെ വെച്ച് ചോറുണ്ടു.